ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കാക്കപ്പൂവിൻ്റെ ആ ഒരു വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാക്കപ്പൂവിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കമൻസ് ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നു. സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ സ്റ്റെം കട്ടിങ്സ് പൊടിക്കുമോ, പിന്നെ ഇതിൻ്റെ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൂണിങ് സക്സസ്ഫുൾ ആണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാത്തിനും ഉള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം മാക്സിമം ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഈ ടൊറാനിയ, അതായത് ഈ വിഷ്ബോൺ പ്ലാന്റിൻ്റെ കളർ ചേഞ്ചിനെ പറ്റിയിട്ടൊരു വീഡിയോ യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ ഞാനത് സ്വയം ഒരുപാട് ഗൂഗിൾ ചെയ്ത് ബ്രൗസ് ചെയ്തൊക്കെ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ എൻ്റെ എക്സ്പെരിമെൻ്റൽ വൈസ് തെളിയിച്ചതായിരുന്നു ഇതുപോലത്തെ കളർ ചേഞ്ചിനെ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണൊരു ഫ്ലവർ ബഡാണ്. അപ്പോൾ ആ ഫ്ലവർ പോയ ഭാഗം, അതിൻ്റെ സ്റ്റേമൻ അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. ആ സ്റ്റേമനിലൂടെയാണ് പൂമ്പൊടി പോയി സീഡ്സ് ആയിട്ട് ആ ഒരു ബഡിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നില്ല, അതിൻ്റെ ആ ഒരു ബാക്ക് പോർഷനിൽ നിന്നാണ് പിന്നീട് അത് സീഡ്സ് ആയിട്ട് മാറുന്നത്. ഫ്ലവർ പോയി കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും സീഡ്സ് ആയിട്ട് അത് മാറി തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പരാഗണം ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ക്രോസ് പോളിനേഷൻ നടക്കുന്നത്. ഒരു തേനീച്ച വന്ന് അതിൻ്റെ ആ ഒരു സ്റ്റേമനിൽ പോയി ഇരുന്നു. അപ്പോൾ അതിൻ്റെ കാലിൽ പറ്റിയ പൂമ്പൊടിയും കൊണ്ട് അത് പറക്കും. അപ്പോൾ അത് പറന്നു പോയി മറ്റൊരു പ്ലാന്റിൻ്റെ, അതായത് ആ ഒരു സെയിം ടൊറേനിയയുടെ തന്നെ മറ്റൊരു ഫ്ലവറുമായിട്ട് അത് പോയി ഇരിക്കുമ്പോൾ അതിൻ്റെ കാലിൽ നിന്നും ആ പൂമ്പൊടി അവിടെ എക്സ്ചേഞ്ച് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഒരു ക്രോസ് പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ ആ രീതിക്കാണ് എനിക്ക് ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ കിട്ടിയത്. എൻ്റെ കയ്യിൽ ആദ്യം ആകെ 2 കളറ് ടൊറേനിയ പ്ലാന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കൊരു ഏകദേശം 6-7 കളറോളം പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞു. വയലറ്റൊക്കെ അങ്ങനെ ഉണ്ടായത്, അത് ആദ്യത്തെ ചെയ്ത ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം എൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സംശയം എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, അത് പ്രൂണിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രൂണിങ് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഫുള്ള് വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ടൈമിനുള്ളിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രൂണിങ് ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ പ്രൂണിങ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ആനുവൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലൈഫ് സ്പാനിൽ ഫുൾ ടൈം അത് ഫ്ലവർ ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷേ അതിന് ലൈഫ് സ്പാൻ അതുകൊണ്ട് തന്നെ വളരെ കുറവും കൂടെയാണ്. 3-4 മാസം, അതിൽ കൂടുതൽ ഈ പ്ലാന്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമിനിടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ സീഡ്സിന് നല്ല മെച്യൂർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സ്വന്തമായിട്ട് സ്വയം ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഡ്രൈ ആയി ആ പ്ലാന്റ് അങ്ങ് ഇല്ലാതാവും. പക്ഷേ ആ ഒരു ടൈമിനിടയ്ക്ക് വെച്ച് തന്നെ അതിൻ്റെ സീഡ്സ് താഴെ കിടന്ന് പൊടിച്ച് വീണ്ടും പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇത് വേറൊരു ദിവസത്തെ വിഷ്വലാണ്. ഇതെനിക്ക് കിട്ടിയ പുതിയ ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള കളറ്, നല്ല പർപ്പിളും കുറച്ച് ലൈറ്റ് പർപ്പിളും കൂടെ ചേർന്നിട്ട് യെല്ലോയുടെ ടച്ചൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ. അപ്പോൾ ഇത് കിട്ടിയ ആ പുതിയൊരു ഫ്ലവറായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഇടയ്ക്ക് വെച്ച് ആ പ്രൂണിങ് ചെയ്ത ആ ഒരു ഭാഗം, അവിടെ നിന്ന് പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്, പുതിയ കുഞ്ഞ് ബഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിത്തുടങ്ങി അപ്പോൾ പ്രൂണിങ് സക്സസ്ഫുൾ ആണ് എന്നാണ് എപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താവും എന്നെനിക്കറിയില്ല, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തിന് ഇടയ്ക്ക് വെച്ചാൽ ലീഫിനും ആ ഒരു സ്റ്റെമ്മിനും ഇടയ്ക്ക് വെച്ചാണ് പുതിയ ബഡ്സ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞില്ലായിരുന്നു പുതിയൊരു ഫ്ലവർ എനിക്ക് കിട്ടിയെന്ന്. അതിൻ്റെ ബഡ് കണ്ടോ, അതിൻ്റെ ബഡിന് തന്നെ നല്ല ആ ഒരു കളറിൻ്റെ ടച്ച് വന്നിട്ടുണ്ട്. സീഡ്സ് പാകമാകുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ആകും, അതൊന്ന് ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് പാകമായ സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ സീഡ്സ് കണ്ടോ, കുറച്ച് യെല്ലോ കളറും ഉണ്ട്, വൈറ്റ് സീഡ്സും ഉണ്ട്. യെല്ലോ കളേർഡ് സീഡ്സാണ് കറക്റ്റ് മെച്യൂരിറ്റി എത്തിയ സീഡ്സ്. ജെർമിനേഷൻ പവർ കൂടുതൽ ഈ ഒരു യെല്ലോ കളേർഡ് സീഡ്സിനാണ്. വളരെ നേർത്ത, വളരെ കുഞ്ഞരിമണികളാണ് അതിൻ്റെ സീഡ്സ്. ഒരുപാടുണ്ടാവും അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നമുക്ക് നടേണ്ട കാര്യമില്ല, അത് പൊട്ടി അവിടെ തന്നെ വീണ് കിളിച്ചോളും. അപ്പോൾ വളക്കൂറില്ലെങ്കിലും നമ്മൾ കുറച്ച് ചകിരിച്ചോറോ അങ്ങനെ എന്തെങ്കിലും മിക്സൊക്കെ എടുത്ത് നമുക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ജെർമിനേറ്റ് ആവും, പിന്നെ നമുക്ക് പിരിച്ച് നടാം. അപ്പോൾ ഈ സീഡ്സ് ഞാൻ വെറുതെ അവിടെ ഒന്ന് പ്ലാന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സാധാരണ ഇത് വീണ് കിളിക്കാറാണ് പതിവ്. ഒരുപാട് കുഞ്ഞു തൈകൾ അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. സീഡ്സ് നടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത്രയും ഡ്രൈ ആവുന്നത് വരെ നിർത്തി വയ്ക്കരുത്. അതൊന്ന് സ്പ്ലിറ്റായി തുടങ്ങും. പ്ലാന്റിൻ്റെ ആ ഒരു സീഡ് സ്പ്ലിറ്റായി തുടങ്ങുമ്പോൾ അതാണ് നല്ല പാകമായ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും ഡ്രൈ ആയി നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സീഡ്സ് തറയിൽ വീണു, അതിപ്പോൾ അതിനകത്ത് ജെർമിനേഷൻ തുടങ്ങിക്കാണും. അപ്പോൾ ജെർമിനേഷൻ ചെയ്യാനായിട്ടൊരു ഒരാഴ്ച സമയം വേണം കേട്ടോ. ഇത് കണക്കൊരു സീഡ് മുളച്ച് ഇത് കണക്കൊരു കുഞ്ഞ് പ്ലാന്റായിട്ട് മാറാനായിട്ട്. എൻ്റെ ഇവിടെ മൊത്തം ഉണ്ട്,
ഒരുപാട് കുഞ്ഞു തൈകൾ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം പല പല കളേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൽ വിശ്വസിക്കാൻ കേട്ടോ, നന്നായിട്ട് വിശ്വസിക്കാം. കാരണം ഞാൻ മറ്റേ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് തൈയായി പിന്നീട് അതിൽ കുഞ്ഞ് ഫ്ലവർ ആവുന്നത് ഫുൾ സ്റ്റേജ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരു 3-4 മാസം എടുത്ത് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പ്രൂൺ ചെയ്ത ബാക്കി പീസസ് ഞാൻ വെറുതെ ഒന്ന് കുഴിച്ച് വെച്ചിരുന്നു, ഒരു സ്റ്റെം കട്ടിങ്സ് പൊടിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ റൂട്ട്സ് വന്നിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. സ്റ്റെം കട്ടിങ്സും പൊടിക്കും. അപ്പോൾ നിങ്ങൾക്ക് മണ്ണിലിട്ട് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചാലും സ്റ്റെമ്മിൽ റൂട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ജെർമിനേഷൻ പവർ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. നിറച്ച് സൺലൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ ഒരു ടൊറേനിയ. അപ്പോൾ ഈ കാണുന്ന ഒരു വെറൈറ്റി കളർ ഫ്ലവർ ഇല്ലേ, അത് ഞാൻ കുഞ്ഞ് പ്ലാന്റ് ആയിരുന്നപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം വെച്ച് നിർത്തിയൊരു പോർഷനായിരുന്നു. ഇനി ഇതിനകത്തുനിന്ന് പുതിയ കളർ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞാണ് ഞാൻ ആ ഒരു വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തുനിന്നൊരു പുതിയ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാം നിങ്ങൾക്ക്. അപ്പോൾ കണ്ടില്ല, നേരത്തെ ഞാൻ പ്രൂൺ ചെയ്ത് വെച്ച പ്ലാന്റാണ്. ഇത് കണ്ട വീണ്ടും ഡ്രൈ അപ്പായി തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് ബഡ്സൊക്കെ വളരെ കുഞ്ഞ് ബഡ്സാണ്. പ്ലാന്റിൻ്റെ ശേഷി നല്ല കുറഞ്ഞു പോയി. അപ്പോൾ കാക്കപ്പൂവ് പ്രൂണിങ് എന്ന് പറഞ്ഞ് പോവണ്ട, പ്രൂണിങ് ചെയ്യണ്ട. പ്രൂൺ ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുന്നുണ്ട്. വെറുതെ ആ പ്ലാന്റ് അത് സ്വയം നശിച്ച് പോവാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് അതിനെ വീണ്ടും വീണ്ടും അതിൻ്റെ ശേഷി കുറപ്പിച്ച് കൊല്ലേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൂൺ ചെയ്യാതെ നമുക്ക് ഒരുപാട് തൈകൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കമൻറ്റ് സെക്ഷനിൽ വരാം. ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.